ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് 299 ഒരു കോംബോ കൊറിയർ അയക്കുമ്പോൾ എങ്ങനെ സേഫായിട്ട് നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്ന രീതിക്ക് പാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. പാക്ക് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് ഫസ്റ്റ് തന്നെ പറയാം. ബബിൾ റാപ്പ് വേണം, തെർമോക്കോൾ വേണം, ക്ലീൻ റാപ്പ് വേണം, സെല്ലോ ടേപ്പ് വേണം. മെയിനായിട്ട് ഇത്രയും വേണം. പിന്നെ റാപ്പിംഗ് ഷീറ്റും വേണം. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ പാക്ക് ചെയ്യുന്നത് ഫ്രെയിമാണ്. മിനി ഫ്രെയിം ബബിൾ റാപ്പ് കൊണ്ട് നല്ല രീതിക്ക് ചുറ്റിയതിന് ശേഷം സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് രണ്ട് സൈഡിലും ഞാൻ തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്തു. ക്ലീൻ റാപ്പ് കൊണ്ട് ചുറ്റി അത് കഴിഞ്ഞിട്ട് റാപ്പിംഗ് ഷീറ്റ് കൊണ്ട് നല്ല രീതിക്ക് റാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഫ്രെയിം ആ ഹാമ്പറിൽ വെച്ച് നോക്കിയപ്പോൾ ഫ്രെയിം വെക്കാനുള്ള സ്പേസ് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ രണ്ടാമത് അഴിച്ചിട്ട് ബേക്കിലുള്ള തെർമോക്കോൾ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും പാക്ക് ചെയ്തു. എന്നിട്ട് ഫ്രെയിം ഹാമ്പറിൽ വെച്ചു. ഫ്രണ്ടിലുള്ള തെർമോക്കോൾ മാറ്റിയില്ല, കാരണം ഒരു സൈഡിൽ എന്തായാലും തെർമോക്കോൾ വേണം. പിന്നെ നല്ല അത്യാവശ്യം കട്ടിയുള്ള തെർമോക്കോളാണ് വെച്ചത്, അപ്പോൾ സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിനി ഫ്രെയിം കഴിഞ്ഞ് റിംഗ് ആൽബവും ബബിൾ റാപ്പ് കൊണ്ട് നല്ല രീതിക്ക് ചുറ്റിയതിന് ശേഷം സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്തു. അത് കഴിഞ്ഞ് അതും ഹാമ്പറിൽ വെച്ചു. പിന്നെ വിഷസ് കാർഡ് 2 ചോക്ലേറ്റ് ഉള്ളത് അതും വെച്ച് നമ്മളുടെ താങ്ക് യു കാർഡും വെച്ചതിന് ശേഷം ഹാമ്പർ നമ്മൾ അടച്ചു. അത് കഴിഞ്ഞ് ഹാമ്പറും നല്ല രീതിയിൽ ബബിൾ റാപ്പ് കൊണ്ട് ചുറ്റണം. ബബിൾ റാപ്പ് കൊണ്ട് ചുറ്റി സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്ത്, പിന്നെ ബ്ലാക്ക് ടേപ്പ് കൊണ്ടാണ് ഞാൻ സീൽ ചെയ്തത്. എൻ്റെ അടുത്ത് മറ്റേ ബ്രൗൺ ടേപ്പ് ഉണ്ടായിരുന്നില്ല, അതായത് പാക്കിംഗ് ടേപ്പ് എന്ന് പറയുമല്ലോ നമ്മൾ, അതുണ്ടായിരുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ ബ്ലാക്ക് ടേപ്പ് കൊണ്ട് ചുറ്റി അങ്ങനെ അത് അടിപൊളിയാക്കിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാക്കിംഗ് കവറിൽ വെച്ചു. പാക്കിംഗ് കവറിലല്ല, കൊറിയർ കവറില്ലേ, നമ്മുടെ കൊറിയർ കവറിൽ ആക്കി അതിനുശേഷം അഡ്രസ്സൊക്കെ എഴുതി ബാക്കി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറച്ചൊരു ഇതുപോലെ കിടന്നിരുന്നത് ബാക്കിലോട്ടാക്കിയിട്ട് അവിടെ സെല്ലോ ടോപ്പ് ഒട്ടിച്ചിട്ട് നല്ല രീതിക്ക് നമ്മൾ പാക്ക് ചെയ്തു. എന്നിട്ട് കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമറുടെ കയ്യിൽ കിട്ടി. ബർത്ത്ഡേ 10-ാം തീയതി ആയിരുന്നു. ഇതിലുള്ള കുട്ടിയുടെ ഈ ഗിഫ്റ്റ് ചെയ്യുന്ന കുട്ടിയുടെ ബർത്ത്ഡേ 10-ാം തീയതി ആയിരുന്നു. അപ്പോൾ ആ കുട്ടീനെ കൊടുക്കുന്നത് 10-ാം തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കസ്റ്റമറുടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പാക്ക് ചെയ്യാം. ഇനി ക്ലീൻ റാപ്പ് ഇല്ലെങ്കിൽ, എൻ്റെ ക്ലീൻ റാപ്പ് ഇത് ചുറ്റി കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ക്ലീൻ റാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബബിൾ റാപ്പ് ഉണ്ടല്ലോ, നമ്മൾ നല്ല രീതിക്ക് ചുറ്റിയാൽ മതി. സെല്ലോ ടേപ്പൊക്കെ വെച്ച് നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിന് പകരം സെല്ലോ ടേപ്പും ബബിൾ റാപ്പും തന്നെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പോരായ്മ പരിഹരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫ്രെയിം ആയാലും എന്തായാലും നല്ല രീതിക്ക് പാക്ക് ചെയ്യാൻ പറ്റുക. ഫ്രെയിം മാത്രം കൊറിയർ അയക്കുമ്പോൾ 2 സൈഡിലും തെർമോക്കോൾ വെക്കണം കേട്ടോ, നല്ല രീതിക്ക് എന്നിട്ട് പാക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ. ഇതിപ്പോൾ നമുക്ക് വേറെ ഐറ്റംസും ഉണ്ടായിരുന്നു, മാത്രമല്ല ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന തെർമോക്കോൾ നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രെയിം മാത്രം കൊറിയർ അയക്കുമ്പോൾ ബാക്കിലും ഫ്രണ്ടിലും തെർമോക്കോൾ വെച്ചിട്ടുണ്ടാവണം. ബബിൾ റാപ്പ് യൂസ് ചെയ്ത് ചുറ്റിയിട്ടുണ്ടാവണം. അത് നല്ല രീതിക്ക് സെല്ലോ ടേപ്പ് കൊണ്ടൊക്കെ എല്ലാം നല്ല രീതിക്ക് ചുറ്റി വെച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രം നമ്മുടെ പാക്കിങ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലുതായിട്ട് പേടിക്കാനില്ല. പിന്നെ ചിലർ എത്ര നന്നായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ DTDC ആയാലും പോസ്റ്റ് ഓഫീസ് ആയാലും ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട്. അതെന്താണെന്നറിയില്ല. ഒരുപാട് റീൽസിൽ കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം അങ്ങനെ കാണാറില്ല, മുൻപ് ഇതായിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ഏതെങ്കിലുമൊക്കെ പാക്കിംഗ് വീഡിയോ ഇടണമെന്ന്. ഇതിന് മുൻപ് ഞാൻ A6 ഫ്രെയിം എങ്ങനെ നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പിക്കപ്പ് ഓർഡേഴ്സ് ആയാലും ഗ്ലാസ് ഫ്രെയിം എങ്ങനെ സേഫായിട്ട് പാക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട് കൊറിയർ അയക്കുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യണമെന്ന്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ചോദിച്ചാൽ മതി. ഇനി ഏത് ഫ്രെയിമാണോ റിംഗ് ആൽബാണോ വേറെ എന്ത് പ്രോഡക്റ്റിൻ്റെ ആയാലും ഹാമ്പറാണോ അങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ടൈം ഞാൻ ആ വർക്ക് ചെയ്യുന്ന ടൈമിൽ പാക്കിംഗ് വീഡിയോ എടുത്ത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.